കോതമംഗലം KSRTC ഡിപ്പോയിലെ ജീവനക്കാർക്കായി തീപിടുത്തത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആലുവയിൽ KSRTC ബസ്സിലുണ്ടായ തീപിടുത്തം സമയോചിതമായി ഇടപെട്ട് നിയന്ത്രിച്ച ഡ്രൈവർ റെജി മാത്യുവിനെ ആദരിച്ചു. കോതമംഗലം KSRTC ഡിപ്പോയിലെ ഡ്രൈവർമാരും കണ്ടക്ടർമാരുമാണ് തീപിടുത്തം തടയുന്നതിനുള്ള ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തത്. ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഫയർ സപ്രഷൻ എന്നിവ സംബന്ധിച്ചായിരുന്നു ക്ലാസ്. ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് ഓഫീസർ സതീഷ് ജോസ്, VM ഷാജി, KM അഖിൽ, ജോബിൻ എന്നിവർ നേതൃത്വം നൽകി. കടുക് പറക്കുമ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ എണ്ണപ്പാത്രത്തിൽ തീപിടിക്കും പറ്റില്ല. അവിടെ നമ്മളിപ്പോൾ എടുക്കാൻ വേണ്ടി എന്താണ് ആദ്യമായിട്ട് ചെയ്യുന്നത്? എന്തായിരിക്കും? എന്തെങ്കിലും കവർ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എന്തായിരിക്കും അവിടെ മാറ്റുന്നത്? കട്ട് ചെയ്യുന്ന അവിടെ ഓക്സിജൻ ആയിരിക്കും കട്ട് ചെയ്യുന്നത്. ഇനി അതല്ലേ വിറകിൽ തീ പിടിച്ച് നമുക്ക് എന്താ കത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ധനം വലിച്ച് മാറ്റിയിടാം. അപ്പൊ നമുക്ക് അങ്ങനെ പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? തീപിടുത്തത്തിൽ നിന്ന് 3 ഉള്ള ഏതെങ്കിലും ഓരോന്നിനെ മാറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? തീയെ നിയന്ത്രണ വിധേയമാകുന്നത്. ഇതാണ് വളരെ അടിസ്ഥാനപരമായിട്ട് തീയെ എടുക്കാനുള്ള മാർഗം. ഇതിൽ പല രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ പൊതുവെ എക്സ്റ്റിംഗ്വിഷർ എന്നുള്ള ചിലപ്പോൾ ഇതായിരിക്കും കൂടുതൽ അറിയായിരിക്കും. പല ടൈപ്പുകളുണ്ട്. അപ്പൊ അത് ഏത് വിധത്തിൽ ഉപയോഗിക്കണം എന്ന് അറിയണമെങ്കിൽ ഈ കാര്യമാണ് ഉപയോഗിക്കുന്നത്. ഏതാനും ദിവസം മുമ്പ് ആലുവയിൽ മറ്റൊരു KSRTC ബസ്സിലുണ്ടായ തീപിടുത്തം ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് കെടുത്തിയ കോതമംഗലം ഡിപ്പോയിലെ ഡ്രൈവർ റെജി മാത്യുവിനെ ചടങ്ങിൽ ആദരിച്ചു. റെജിയുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് യാത്രക്കാരുടെ ജീവൻ രക്ഷപ്പെട്ടത്. GTV ന്യൂസ്, കോതമംഗലം.